തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ഒരു അഗ്നിപർവ്വതം പൊട്ടി ഈ സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്ന് ഇവിടെ ഇപ്പോൾ അത് ഒരു ഐലൻഡായിട്ട് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയൊരു കുഴി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ വെച്ച് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അതായത് ഇപ്പോഴും അവിടെ നിൽക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വാംത്ത് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നല്ല ചൂടാണ്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിങ്ങനെ പുകഞ്ഞ് പെട്ടെന്ന് തന്നെ കത്ത് പിടിക്കുകയാണ് ഉണ്ടായത്. അത്ര ചൂടാണ്. 300 ഡിഗ്രി സെൽഷ്യസിലാണ് ഇതിൻ്റെ അടിയിൽ ഇപ്പോഴും സൈലൻ്റായിട്ട് ലാവ ഉള്ളതെന്നാണ് പറയുന്നത്. റിവറാണ് അവിടെ, ലാവയുടെ ഒരു റിവർ തന്നെ അവിടെ ഉണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ അവരിങ്ങനെ കുഴികളുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് മുകളിലേക്ക്. ശരിക്കും നമ്മളൊരു പഴുത്ത ചീനച്ചെടിയുടെ അകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. ഭയങ്കര ഒരു അത്ഭുതത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ കണ്ടുകൊണ്ട് വന്നത്. ഇത് ഞാനിപ്പോൾ ഇതാ ഒരു സ്ലോ മോഷനിൽ ചെയ്താണ്. ഇത്ര ഹൈറ്റിലേക്കാണ് ആ വെള്ളം പൊട്ടിത്തെറിക്കുന്നത് നോക്കും. സാധാരണ വെള്ളം ചൂടാവാൻ ഒരു 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് മതി. ഇത് 300 ഡിഗ്രി സെൽഷ്യസ് ഈ ഇത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കിണറുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചിക്കൻ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ആ ചൂടിലിരുന്നിട്ട് ഈ ചിക്കനൊക്കെ ഗ്രില്ലായി കിട്ടും. നമ്മളുടെ ഉള്ളിലെ ഒരു ഭയവും ഒരു അമ്പരപ്പും ഒരു അത്ഭുതവും എന്തൊക്കെ വികാരങ്ങളാണ് നമ്മുടെ മനസ്സിൽ നിന്ന് തള്ളി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. പോകുന്ന വഴിക്ക് ഇതുപോലുള്ള പഴയ അഗ്നിപർവ്വതങ്ങൾ പൊട്ടി ഒലിച്ചതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു.